നമ്മൾ ഒരു 5.5-6 വർഷം ഈ കോഴ്സ് പഠിച്ച് ആൾക്കാർ ഈ ഹൈപ്പൊക്കെ തന്ന അതാണ് ഇതാണ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് നക്കാപ്പിച്ച ശമ്പളമാണ്. അതും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് നക്കാപ്പിച്ച തരുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവിടെ എല്ല് നുറുങ്ങണ വരെ പണിയെടുക്കണം. ചില ദിവസങ്ങളിൽ 36-48 ഷിഫ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പണിയെടുത്ത് നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ ഒരു ലീവും ഇല്ല, ഞായറാഴ്ചയും ഉണ്ട്, എല്ലാ പബ്ലിക് ഹോളിഡേയ്സും വർക്ക് ഉണ്ട്, ലീവ് പോട്ടെ ഉറക്കം പോലും ഇല്ലാതെ നമ്മൾ ഇവിടെ ജോലി എടുത്തിട്ട് നമുക്ക് തരുന്ന ശമ്പളമാണ് 40,000. ഒരു മോമോ കട ഇട്ടാൽ കിട്ടും അതിന്റെ 3 ഇരട്ടി. ഞാൻ ഇവരോട് പറഞ്ഞു ഒരു 50,000 ഇല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവരോട് പറഞ്ഞു പോയിക്കോളാൻ. അപ്പൊ ഞാൻ പറഞ്ഞു നീ പോടാ, എനിക്ക് വേണ്ട നിന്റെ പരട്ട ജോലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോന്നു അന്തസ്സായിട്ട്. ലക്ഷങ്ങൾ ചിലവാക്കി 5 വർഷം ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് MBBS പഠിച്ച് ഡോക്ടറായി 12-13 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്നത് വെറും 40,000 രൂപ നക്കാപ്പിച്ചയാണ്. ഡോക്ടർ ജോലി ഉപേക്ഷിച്ചതിന്റെ കാരണം പങ്കുവച്ചുള്ള അഫ്രീന എന്ന പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണിത്. വേറെ ആർക്കും കുഴപ്പമില്ലല്ലോ, 12,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന നേഴ്സും എഞ്ചിനീയേഴ്സും IT വർക്കേഴ്സുമുള്ള നാട്ടിൽ 40,000 രൂപ എങ്ങനെയാണ് നക്കാപ്പിച്ച ആകുന്നത് തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് അഫ്രീനയുടെ ഈ ഒരു വീഡിയോയ്ക്കെതിരെ ഉണ്ടായിരുന്നത്. 10,000-15,000 രൂപയും മാസശമ്പളത്തിന് കോർപ്പറേറ്റുകളുടെ അണ്ടറിൽ അടിമപ്പണി എടുക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 40,000 രൂപ നക്കാപ്പിച്ച എന്ന് പറയുന്നതാണെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഷത്തിനപ്പുറം ഇന്ത്യയിലെ ഡോക്ടേഴ്സ് നേരിടുന്ന ചൂഷണങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഫ്രീന. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്നായ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മറവിൽ കോർപ്പറേറ്റുകൾ ഡോക്ടേഴ്സിനെ അടിമപ്പണി ചെയ്യിക്കുകയെന്നാണ് ഈ ഒരു വീഡിയോയിൽ അഫ്രീന വെളിപ്പെടുത്തുന്നത്. ഫസ്റ്റ്ലി 40,000 എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലത്തെ ഒരു സാലറിയാണ്. ഓക്കെ, അല്ലാതെ ചെറിയ ക്ലിനിക്കിലൊന്നും അല്ല. ബാംഗ്ലൂർ പോലെയുള്ള ഒരു മെട്രോ സിറ്റിയിൽ ഈ ശമ്പളം നക്കാപ്പിച്ച് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ ശമ്പളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആള് കൂടുതലാണ്. ഇവിടെ ആള് കൂടുതലായതുകൊണ്ട് ഈ ശമ്പളത്തിന് ആൾക്കാർ പണിയെടുത്തോളും, നീ പോയാൽ വേറെ ആൾ വരും എന്ന മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഇവരത് ചെയ്യുന്നത്. ആൻഡ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ. അതുകൊണ്ടാണ് ഞാൻ ആ ജോബ് വേണ്ടാന്ന് വെച്ചതും. എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അന്യായം കണ്ട സംസാരിക്കുക എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ എന്റെ ഉമ്മ പറയാറുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ടാന്ന്. പക്ഷെ ഒരു സമാധാനമില്ല. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു, ഇത്രയും പണിയെടുത്തിട്ട്, അതായത് 12-14 hours ഒരു ദിവസം പണിയെടുത്തിട്ട് ആഴ്ചയിൽ 2-3 നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, മാസത്തിൽ 1-2 ലീവും, ഇത്രയും പണിയെടുത്തിട്ട് നിങ്ങൾ ഓഫർ ചെയ്യുന്ന സാലറി 45, ഇൻ ഹാൻഡ് വരുമ്പോൾ 40, ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്റെ അടുത്ത് പറയാ ബാക്കിയുള്ളവരൊക്കെ ഇതിന് റെഡിയാണ് മാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ട പോയിക്കോ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞ ആൻസർ. ഇനി അടുത്തത് ഹൈപ്പോത്തറ്റിക്കലി ഇമാജിൻ ചെയ്യാം, ഒരാൾ റോട്ടിൽ നിന്നിട്ട് ഒരു 10 പേരെ അടിക്കുകയാണ്. 11ാമത്തെ ആള് പറയാണ് എനിക്ക് ഈ അടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇതിന് എന്തിനാണ് സഹിക്കേണ്ട ആവശ്യം, എന്തിനാണ് എന്നെ അടിക്കുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കണ്ടു നിൽക്കുന്ന പബ്ലിക്, അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഈ അടിയും വാങ്ങുന്നില്ല ഒന്നുമില്ല വെറുതെ വായി നോക്കിയിരിക്കുന്ന പബ്ലിക് പറയാണ് ഈ 10 പേർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം, അവരെ അടി വാങ്ങിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നില്ലേ, പിന്നെ നിനക്ക് എന്താ ഈ അടി വാങ്ങിച്ചാല്, ഓ നിനക്ക് അഹങ്കാരം, നീ ഇവരെക്കാളും നല്ലതാണെന്നാണോ നിന്റെ വിചാരം, വലിയ കൊമ്പത്തെ ആളൊന്നും അല്ല, അവരെ പോലെ തന്നെയാണ് നീയും, അവർക്ക് അതാവാമെങ്കിൽ നിനക്കും ഇതാവാം എന്ന് പറയുന്ന പോലെയാണ് ഈ പറയുന്ന കമന്റ്സ്. അതായത് നഴ്സുമാര്, ബാക്കിയുള്ള എല്ലാ ജോലിക്കാരും അവർക്കൊക്കെ കുറവല്ലേ, അവർക്കൊക്കെ കുറവായത് ശരിയാണോ? കോടികൾ കൊടുത്ത് പഠിച്ച ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് ആ കോടികളൊക്കെ കിട്ടണമല്ലോ, അതുകൊണ്ടായിരിക്കും ഇവർ ഈ പൈസയ്ക്ക് ആർത്തി കാണിക്കുന്നതെന്ന്. എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലാന്നുള്ള കാര്യം പോട്ടെ, കോടികൾ കൊടുത്ത് പഠിച്ച ആൾക്ക് എന്തിനാണ് പൈസയോട് ആർത്തി? അറിയാണ്ട് ചോദിക്കാൻ, ഞാൻ കോടി കൊടുത്ത് പഠിച്ച ആളാണെങ്കിൽ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ കോടികൾ ഉണ്ടായോണ്ടാണല്ലോ ഞാൻ കോടി കൊടുത്ത് പഠിച്ചാൽ. അല്ലാണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഞാൻ കോടി കൊടുത്ത് പഠിക്കുന്നില്ലല്ലോ, എന്റെ ഉള്ളോണ്ടാവുമല്ലോ, എന്റെ അച്ഛൻ്റെ ഉള്ളോണ്ടാവുമല്ലോ. ഞാൻ പിന്നെ എന്തിനാണ് പൈസയ്ക്ക് ആർത്തി കാണിക്കണേ? ഞാനൊരു ഹോസ്പിറ്റലിൽ സുഖമായിട്ട് ഈ അന്യായം ചെയ്ത് ജീവിക്കൂലേ? അറിയാണ്ട് ചോദിക്കുക. കഷ്ടപ്പെട്ട് പഠിച്ച് പണിയെടുക്കുന്നതിന്റെ പൈസ മാത്രമേ ചോദിക്കുന്നുള്ളൂ. തരാനില്ലാത്ത മുതലാളിമാരോടൊന്നും അല്ല ചോദിക്കുന്നത്, പൈസ ഉണ്ടായിട്ട് തരാതിരിക്കുന്നത് തന്നെയാണ്. അതിന് ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ കൊനസ്റ്റ് പറഞ്ഞു വരുന്ന ആൾക്കാരോടുണ്ടല്ലോ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പ്ലീസ് പണിയെടുക്കുന്ന ആൾക്കാർ ആ പണിക്കുള്ള പൈസ മാത്രമേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തു തരണ്ട. ഓക്കെ.